രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉള്ള കോടതിയുടെ നടപടി എന്താകും? അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ മേൽ കോടതി എന്ത് വിധി പറയും? അതിന് 2 ദിവസം കൂടി കാത്തിരിക്കണം എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ തിങ്കളാഴ്ചയായിരിക്കും കോടതി വിധി പറയുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അടച്ചിട്ട കോടതിയിലാണ് വാദപ്രതിവാദങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി എന്താണ് പറഞ്ഞിട്ടുള്ളത് വാദപ്രതിവാദത്തിന്റെ ഘട്ടത്തിൽ എന്നതിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. വിധി പറയാൻ മാറ്റിവെക്കുകയാണോ ചെയ്തിട്ടുള്ളത് എന്നതിലും വ്യക്തത കൈവന്നിട്ടില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നീക്കം നടന്നിട്ടുണ്ട്. അത് നോട്ട് ടു അറസ്റ്റ് ഹർജി സമർപ്പിച്ചു എന്നുള്ളതാണ്. ആ ഹർജിയിന്മേൽ ഉടൻ വിധി ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിലവിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിൽക്കുന്ന പരാതികളിന്മേൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ പാടില്ല. അതിജീവിത നൽകിയിട്ടുള്ള പരാതിയാണ്, രേഖാമൂലമുള്ള പരാതിയെങ്കിലും പിന്നീട് KPCCക്ക് ബാംഗ്ലൂർ സ്വദേശിനിയായ 23കാരി നൽകിയ പരാതി അതും അന്വേഷണ സംഘത്തിലേക്ക് കൈമാറിയിട്ടുണ്ട്. അതിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ബലാത്സംഗ കുറ്റം തന്നെയാണ് ചുമത്തിയിട്ടുള്ളത്. ഇത്തരം കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഹർജിയിന്മേൽ അല്പസമയത്തിനകം വിധി പ്രസ്താവം ഉണ്ടാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതേസമയം ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കടുത്ത വാദം തന്നെ നടന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കോടതിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ പോകുന്നത്. ഇപ്പോൾ മറ്റ് ചില പ്രതികരണങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അത് പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതായത് ഈ വാദപ്രതിവാദങ്ങൾക്കനുസരിച്ച് ജാമ്യം ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ മാഫിയ സംഘത്തെ KPCC ഭയക്കുകയാണ് എന്നാണ് BJP നേതാവ് C കൃഷ്ണകുമാർ പറയുന്നത്. കോൺഗ്രസിലെ ഗോവിന്ദച്ചാമിയാണ് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് ഗുരുതരമാണ്, ഗുരുവായ ഷാഫിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ ആക്ഷേപം നേരത്തെ ഉന്നയിക്കപ്പെട്ടതാണ് എങ്കിൽ അത് ഒരിക്കൽ കൂടി ഊന്നിപ്പറയുകയാണ് ഇപ്പോൾ BJP നേതാക്കൾ. VD സതീശന് പോലും രക്ഷയില്ല എന്നും പിന്നെയാണോ ഷഹനാസിന്റെ കാര്യമെന്നുമാണ് കൃഷ്ണകുമാർ ചോദിച്ചത്. കോൺഗ്രസിലെ ഗോവിന്ദച്ചാമിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ഗോവിന്ദച്ചാമിക്ക് അടങ്ങുന്ന മാഫിയ സംഘമാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത്. ഈ ഗോവിന്ദച്ചാമിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഗുരുവിന് അറിയായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എല്ലാ അനുഗ്രഹാശിസുകളോടുകൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്ന മാഫിയ സംഘം ഗോവിന്ദച്ചാമിമാരെ പോലെയാണ് കോൺഗ്രസിനകത്ത് പെരുമാറുന്നത്. കോൺഗ്രസിനകത്ത് നിരവധി യുവതികൾക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുക. ഈ മാഫിയ സംഘത്തെ KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഭയക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാവാത്തത്. VD സതീശനെ വിടാത്ത പാർട്ടിയല്ലേ, സ്വന്തം പാർലമെന്ററി പാർട്ടി നേതാവിനെ വിടാത്ത പാർട്ടിയാണ് കോൺഗ്രസിലെ സൈബർ സംഘം. അപ്പോൾ ഷഹനാസിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിയെ ഇവര് വെറുതെ വിടില്ലല്ലോ. യെസ്, അതാണ് BJPയുടെ ആരോപണം. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. ഷാഫി പറമ്പിലിന് നേരെയുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നു എന്നുള്ളത്. ഇപ്പോഴിതാ രാഹുലിന് എല്ലാ പിന്തുണയും നൽകുന്നത് ഷാഫി എന്ന് പാലക്കാട് BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും ആരോപിക്കുകയാണ്. 2 വർഷം മുമ്പ് രാഹുലിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും ഷാഫി മിണ്ടിയില്ല. ഷാഫിക്കെതിരെയുള്ള കഥകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നുകൂടി പറയുന്നുണ്ട്. ഷാഫിയെ പിടിച്ചാൽ രാഹുൽ എവിടെ എന്ന് അറിയാമെന്നും ഷാഫിയുടെ ഫോൺ പരിശോധിച്ചാൽ ഇത് മനസ്സിലാകും എന്നുമാണ് പ്രശാന്ത് ശിവന്റെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണ് എന്ന് ഇതുവരെയായി തുറന്നു പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. ഇവിടെ പുറത്തു വന്ന ശബ്ദരേഖ ഉൾപ്പെടെ ചോദിച്ച സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ നിലപാട് എന്തായിരുന്നു? ഇത് കോൺഗ്രസിന്റെ ഒരു കേരളത്തിലെ സമുന്നതനായ നേതാവ് AI ടെക്നോളജിയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം പോലും അതിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അത് തന്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ ഇവർക്കെല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം വ്യക്തമായ ബോധ്യമുണ്ട്. KPCCയുടെ പ്രസിഡന്റ് ആദ്യം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം മാധ്യമങ്ങൾ ഉൾപ്പെടെ നവംബർ മാസം 28-ാം തീയതി, ഡിസംബർ 1-ാം തീയതിയാണ് KPCC പ്രസിഡന്റിനോട് 2-ാം തീയതിയാണ് ചോദിക്കുന്നത്. അപ്പോൾ പത്രസമ്മേളനത്തിൽ 1-ാം തീയതി ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നവംബർ 28-ാം തീയതി ഈ പെൺകുട്ടി KPCC നേതൃത്വത്തിന് പരാതി അയച്ചു. പക്ഷേ ഇവർ അത് പുച്ഛിച്ച് അവഗണിച്ച് തള്ളുകയാണ് ചെയ്തത്.
യെസ്, വലിയ വിമർശനം ഉയരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല ഷാഫി പറമ്പിലിന് എതിരെയും വിമർശനങ്ങൾ ശക്തമാക്കിയാണ് രാഷ്ട്രീയ എതിരാളികൾ. അതിന് ഇടം നൽകിയത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയുള്ള ആളുകളാണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായും വലിയ വിമർശനം ഉന്നയിക്കപ്പെടുമ്പോൾ ഇതിനൊക്കെ മറുപടി നൽകേണ്ടത് ഷാഫി പറമ്പിൽ തന്നെയാണ്. അതേസമയം നിർണായകമായ നീക്കങ്ങൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിന്മേൽ വിധി പ്രസ്താവം തിങ്കളാഴ്ച എന്നറിയുമ്പോൾ പോലും നോട്ട് ടു അറസ്റ്റ് ഹർജിയിന്മേൽ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും. ഏതാനും മിനിറ്റുകൾക്കകം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ചൊരു വിധി പ്രസ്താവം നമ്മൾ പ്രതീക്ഷിക്കുകയുമാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങിയേക്കും എന്ന അഭ്യൂഹവും ശക്തമാണ്. അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ ഈ ദൃശ്യങ്ങൾ അത് ഹോസ്ദുർഗ് കോടതി പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ വലിയ പോലീസ് സന്നാഹം എത്തിയിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർ അടക്കം എത്തിയിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് എന്നത് തടയുന്നില്ല കോടതി എങ്കിൽ സ്വാഭാവികമായും ഇവിടേക്ക് എത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. അതല്ല, കോടതി അറസ്റ്റ് തടയുന്നുവെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ സാധിക്കില്ല. കീഴടങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യലിന് അടക്കം വിധേയമാക്കുക എന്നത് മാത്രമായിരിക്കും, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുക എന്നത് മാത്രമായിരിക്കും ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലീസ് സംഘത്തിന് സാധിക്കുകയുള്ളൂ. എന്തായാലും രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുന്നു എന്ന സൂചനകളെ തുടർന്നാണ് ഈ പോലീസ് സന്നാഹം എന്ന് മനസ്സിലാക്കേണ്ടതായുണ്ട്. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ഇതിലിപ്പോൾ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ വേറെ എവിടെയെങ്കിലും കീഴടങ്ങുക, ഇവിടെയാണ് കീഴടങ്ങുന്നത് എന്ന തരത്തിലൊരു പ്രതീതി ജനിപ്പിച്ച മാധ്യമ ശ്രദ്ധയടക്കം ഇവിടേക്ക് എത്തിക്കുക, അങ്ങനെ പല സാധ്യതകളുണ്ടല്ലോ. എന്താണ് വിവരങ്ങൾ KV ബൈജു? അഭിലാഷ്, തീർച്ചയായും ഏത് തരത്തിലുള്ള ട്വിസ്റ്റും നാടകീയ രംഗങ്ങളും ഒക്കെ വരുന്ന മണിക്കൂറുകളിൽ കാണാം. എന്തായാലും ഈ ജാമ്യ ഹർജിയിന്മേൽ തിരിച്ചടി ഉണ്ടായാൽ, മുൻകൂർ ജാമ്യ ഹർജിയിന്മേൽ തിരിച്ചടി ഉണ്ടായാൽ കോടതിയിൽ കീഴടങ്ങുക എന്നതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമിടുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വളരെ പ്രധാനമായ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുള്ളിയിലെത്തിയിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അവിടെ ഒരു ഫാം ഹൗസിലാണ് താമസിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാഞ്ഞങ്ങാട് കോടതിയിൽ ഹാജരായി ഈ ആകാനുള്ള ഒരു അങ്ങനെയുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഹോസ്ദുർഗ് കോടതിയിൽ ഇവിടെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് ഭാഗങ്ങൾ ഈ പ്രവേശന കവാടമുണ്ട്. രണ്ട് പ്രവേശന കവാടത്തിലും വൻ പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിന് ചുറ്റും നിരീക്ഷണങ്ങളും സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന് പുറമെ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിലും ഒരു പക്ഷേ ഹാജരായേക്കാം. എന്തായാലും കാസർഗോഡ് ജില്ലയിലെ കോടതിയിൽ ഹാജരാവാനാണ് നീക്കം നടക്കുന്നതെന്നാണ് വളരെ കൃത്യമായ വിവരം ലഭിക്കുന്നത്. അത് ഇനി ഒരു പക്ഷേ പല നാടകീയ സംഭവങ്ങളും ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടായേക്കാം. എന്തായാലും സുള്ളിയിൽ നിന്നും രണ്ട് വഴികളുണ്ട്. പ്രധാനമായും മാണിമൂല, ബന്തെടുക്ക, മൂന്നാംകടവ്, പെരിയ, അങ്ങനെ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് കോടതിയിലേക്ക് എത്താൻ ഒരു വഴിയുണ്ട്. വലിയ പരിശോധനകളും ഒന്നുമില്ലാതെ വനമേഖലയോടുകൂടി വരുന്ന വഴിയാണ്. ആ ഭാഗങ്ങളിൽ രാഹുൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംഘം സംശയിക്കുന്നത്. അതിന് പുറമെ പാണത്തൂർ, ചെമ്പേരിക്ക, പാണത്തൂർ, ഒടയഞ്ചാൽ വഴി കാഞ്ഞങ്ങാടേക്ക് എത്താം. ഇങ്ങനെ രണ്ട് വഴികളാണുള്ളത്. ഒരുപക്ഷെ അതിർത്തി മേഖലകളിൽ എവിടെയെങ്കിലും നിന്ന് ഇത്തരത്തിൽ ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്ന സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ ഈ കോടതിയിൽ ഹാജരാകാനാണ് നീക്കം നടക്കുന്നത്. അത്തരത്തിലുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളതെന്ന് തന്നെയാണ് ഇവിടെ കോടതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തോതിൽ പോലീസ് ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഹാജരാകാനെത്തിയാൽ അറസ്റ്റ് ചെയ്യുക, അത് തന്നെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ തന്നെയാണ്. വഴുതടച്ചുള്ള ഒരു സുരക്ഷ കോടതിയിൽ ഒരുക്കിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും കോടതിയിലെത്താതെ പോലീസ് നേരിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സന്നാഹമാണ്. എന്തായാലും ഒരു പക്ഷേ ഇത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിച്ചതിനു ശേഷം മറ്റെവിടെയെങ്കിലും കീഴടങ്ങിയേക്കാം. അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. ഈ കേസിൽ പരിശോധിച്ചാൽ ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകൾ, നാടകീയമായ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതാണ്. ഇയാൾ സഞ്ചരിച്ച വഴികൾ ഇതെല്ലാം പുറത്തു വന്ന വിവരമനുസരിച്ച് ബംഗളൂരുവിൽ നിന്നും സുള്ളിയ എത്തുന്നു, കാസർഗോഡ് കർണാടക അതിർത്തി പ്രദേശത്ത് തങ്ങുന്നു. ഇന്നലെ അവിടെ തങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കാഞ്ഞങ്ങാട് കോടതിയാണ് ഏറ്റവും എളുപ്പം, ഏറ്റവും അടുത്ത് വരുന്നത്. ആ കോടതിയിൽ ഹാജരാകാനുള്ള നീക്കമാണ് നടക്കുന്നത്. അത് ഇനി എന്തെങ്കിലും അതിൽ മാറ്റമുണ്ടാകുമോ എന്നതെല്ലാം വളരെ നിർണായകമാണ്. ഏതായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നു. ഏത് സമയത്തും ആ ഭീതി വരാം. അതിനുശേഷം ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ കോടതിയിൽ ഹാജരാകാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അഭിലാഷ്, യെസ്, അതാണ് കോടതിയിൽ ഹാജരാകാനുള്ള സാധ്യത മുന്നിൽ കാണുമ്പോൾ നമുക്കിപ്പോഴും
കൃത്യതയില്ല, വ്യക്തതയില്ല. കാരണം രാഹുലിന്റെ അഭിഭാഷകൻ ഒരു പക്ഷേ നോട്ട് ടു അറസ്റ്റ് ഹർജിയിൽ അനുകൂലമാകുന്ന ഒരു തീരുമാനമുണ്ടാകും, അതുകൊണ്ട് കീഴടങ്ങുക എന്ന നിർദ്ദേശമാണോ നൽകിയിട്ടുള്ളത് എന്നതിൽ വ്യക്തതയില്ല. അങ്ങനെയെങ്കിൽ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഈ പോലീസ് സംഘത്തിന് അറസ്റ്റ് എന്നത് സാധ്യമാകില്ല. അവർക്ക് കസ്റ്റഡിയിലെടുക്കാം എന്നതിനപ്പുറത്തേക്ക്, ചോദ്യം ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് പിന്നീട് ഈ ജാമ്യ ഹർജിയിന്മേൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ മറ്റു നടപടികളിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതല്ല എങ്കിൽ അറസ്റ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം, അറസ്റ്റ് തടയുന്ന സാഹചര്യം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നീക്കം? ഒന്നുകിൽ അറസ്റ്റ് ചെയ്തുകൊള്ളട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുന്ന പശ്ചാത്തലം ഉണ്ടാകും.